അപ്പോൾ രാമായണത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതവും രാമായണവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഥാപാത്രങ്ങളെല്ലാം വാസ്തവത്തിൽ വെറും കഥാപാത്രങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. ഇവരൊക്കെ ചില പ്രതീകങ്ങളാണ്. അപ്പം ഇവരിലൂടെ വേണം നമുക്ക് നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാം. നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഓരോരോ രംഗങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇപ്പം ശബരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ചിത്തശുദ്ധിയും മുക്തിയും നേടിയ ആളാണ് ശബരി. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് ശബരിമലയിൽ ഇതിന് രണ്ടിനും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അത് ചെയ്തിരിക്കുന്ന ആളുകൾ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. 41 ദിവസം വ്രതം കൊണ്ട് ചിത്തശുദ്ധി. അത് കഴിഞ്ഞ് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന അനുഭൂതി, മുക്തി, തത്വമസി. അപ്പം ആ ശബരി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിത്തശുദ്ധിയും മുക്തിയും സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരു പ്രതീകാത്മക രൂപമാണ്, ആവിഷ്കരിച്ചിരിക്കുന്ന രൂപമാണ് ആര്? ശബരി എന്നുള്ളത്. അപ്പം ശബരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് ഇത് രണ്ടുമാണ്. ഇപ്പം ഈ 41 ദിവസം വ്രതമെടുക്കണം എന്ന് പറയാൻ കാരണം എന്തിനാണത്? ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അന്ന് ജപിച്ച് 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 മനസ്സിൻ്റെ വേണ്ടാത്ത ചിന്തകളുടെ ശക്തി കുറച്ച് ശബരിമലയിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും 18 പടി കയറിക്കഴിഞ്ഞാൽ, ആ 18 പടി എന്നത് കല്ലിൻ്റെ പടി അല്ല. അത് 18 എന്നത് സാങ്ഖ്യശാസ്ത്രത്തിൻ്റെ ഭാഷയാണ്. ഈ 18 സാങ്ഖ്യശാസ്ത്രത്തിൽ 18 എന്ന് പറയുന്നത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 5 പ്രാണനും മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അപ്പം 18ആയി. മനസ്സിലായില്ലേ? എങ്ങനെ നോക്കിയാലും ഈ വാക്ക് രസമാണ്. ഈ 18 എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ഒരു നമ്പറാണ്. 1, 8 ഇതാണ് 18. 1 എന്നത് പരമാത്മാവും 8 എന്നത് പ്രകൃതിയും. അപ്പോഴും 18ആണ്. നിങ്ങൾ 8 എന്നതിന് നിങ്ങൾക്ക് അർത്ഥം കിട്ടണമെങ്കിൽ നിങ്ങൾ ഗീത പഠിക്കണം. ഭൂമിരാപോ നലോ വായു ഗം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത. 8 പ്രകൃതി എനിക്കുണ്ട്. ഇപ്പൊ 1 എന്നത് പരമാത്മാവും 8 എന്നത് പ്രകൃതിയും. ഈ പ്രകൃതിയെ ഒക്കെ കടന്ന് അവിടെ എത്തുമ്പോൾ മനസ്സും പരമാത്മാവും ഒന്നായിത്തീരുന്ന അനുഭൂതിയാണ് തത്വമസി. അതിൻ്റെ പ്രതീകമാണ് ഈ നെയ്യ് ഒഴിക്കുന്നത്. ഈ നെയ്യ് എന്നത് മനസ്സിൻ്റെ പ്രതീകമാണ്. മനസ്സാണ് നെയ്യ്. രമണ മഹർഷിയെ പോലുള്ള മഹാന്മാര് പറയും, ആജ്യധാരയ ശ്രോതസാസമം. ആജ്യധാരയ, ആജ്യം എന്ന് പറഞ്ഞാൽ നെയ്യ്. യയാദിയും മനസ്സിനെ നെയ്യായിട്ടാണ് ഉപമിപ്പിച്ചിരിക്കുന്നത്. യയാദി തൻ്റെ മക്കളോട് പറയുന്നൊരു ശ്ലോകമുണ്ട്. ഭാഗവതത്തിൽ 9ാമത്തെ സ്കന്ധത്തിൽ 22ാമത് അധ്യായത്തിൽ യയാദി ചരിതം വരും. അവിടെ പറയും, എൻ്റെ പ്രിയപ്പെട്ട പത്നിമാരെ, മക്കളെ, ഒന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്, കാമം എന്ന് പറയുന്നത് ഉപഭോഗേന ന ശാമ്യതി ഹവിഷാ കൃഷ്ണവത്മേന ഭൂയ ഏവാവി വർദ്ധത്തെ. നല്ലൊരു ഉദാഹരണമാണ്. അനുഭവിച്ചൊരിക്കലും കാമങ്ങളെ തൃപ്തിപ്പെടുത്താൻ എന്നേവരെ ആർക്കും സാധിച്ചിട്ടില്ല. മനസ്സെന്ന് പറയുന്നത് കത്തുന്ന തീയിലേക്ക് നെയ്യൊഴിക്കുന്ന പോലെയാണ്. ഭൂയ ഏവ വിവർത്തത്തെ. വീണ്ടും വീണ്ടും ആളിക്കത്തുകയുള്ളൂ. ആണോ അല്ലയോ? അത് നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ്. ഒരു സാധനവും കഴിച്ച് തൃപ്തിപ്പെടാൻ നിങ്ങൾക്ക് പറ്റില്ല. പായസം നന്നായാൽ നമ്മൾ പറയും ഒരു ഗ്ലാസും കൂടി നന്നായിരുന്നു എന്ന്. ഒരു ഗ്ലാസും കൂടി കഴിക്കുമ്പോഴേക്കും പറയും ഒരു ഗ്ലാസും കൂടി ആവാന്നുണ്ട്, പക്ഷെ സ്പേസ് ഇല്ല. അപ്പം നോക്കൂ, അപ്പോഴും മോഹം അടങ്ങിയിട്ടില്ല. സ്പേസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ കഴിക്കാത്തത്. ഒരാളും ഇന്നേ വരെ ഞാൻ പറയണത് കേട്ടില്ല, മനസ്സ് നിറഞ്ഞു. കാരണം മനസ്സിനൊരിക്കലും ഭൂയയേവ വിവർത്തതേ, വീണ്ടും വീണ്ടും അത് ആളിക്കത്തുകയുള്ളൂ. മനസ്സിനെ ഉപമിച്ചിരിക്കുന്നത് മനസ്സായിട്ടാണ്. അതുകൊണ്ട് ഈ മനസ്സാണ്
വിഗ്രഹത്തിലിരിക്കുന്ന ചൈതന്യവുമായി ചേർന്ന് തത്വമസി എന്ന അനുഭൂതി. അതിനാണ് നെയ്യ് കൊണ്ടുപോകുന്നത്. ജേണി ഈസ് മോർ ഹാപ്പിയർ ദാൻ ദ ഡെസ്റ്റിനേഷൻ. ജേണിയാണ് അതിൻ്റെ സന്തോഷം കൂടുതൽ തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹെലികോപ്റ്ററിൽ പോകുന്നതിനേക്കാളും രസം നടന്നു ആസ്വദിച്ചു പോകുക, അതിലാണ് രസമുള്ളത്. അല്ലാതെ അവിടെ പോകുന്നതിലല്ല. ആളുകളുടെ വിചാരം അതാണ്, അവിടെ ഹെലികോപ്റ്ററിൽ പോയാൽ അങ്ങോട്ട് തൊഴുതു വന്നാൽ എല്ലാം കിട്ടിയെന്ന്. ഒന്നും കിട്ടാൻ പറ്റില്ല. നിങ്ങൾ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ പോയി പൂജിച്ചത് കൊണ്ടും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എത്രയോ ആളുകൾ പൂജ ചെയ്യുന്നു, എന്തേ അവർക്കൊന്നും മാനസികമായ ഉന്നതിയില്ലാത്തതെന്നല്ല, അവർക്കും ഉണ്ടാവേണ്ടതല്ലേ. അങ്ങനെയൊന്നും പെട്ടെന്ന് കിട്ടുന്നതല്ല ഇത്. ഇത് അവനവൻ്റെ ഉള്ളിലാണ്, പുറത്തല്ല. അപ്പം അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾക്ക് വ്യത്യാസം തോന്നരുത്. പുറത്തും അകത്തും, പുറം ശുദ്ധിക്കും അകം അനുഭൂതിക്കും, ഇത് രണ്ടും സമന്വയിപ്പിക്കണം. അമ്പലത്തിൽ പോകുമ്പോൾ പുറവും വേണം അകവും വേണം. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ സമന്വയിപ്പിക്കുമ്പോഴാണ് ആസ്വാദനം കൂടുന്നത്. അപ്പം ഇങ്ങനെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആവശ്യമില്ലാത്ത വാസനകൾ, ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കുക? അതാണ് ജപം എന്നുള്ളത്. അപ്പൊ ഈ ക്ഷേത്രത്തിലും മറ്റും പോകുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നതു മുക്തയെ ശുദ്ധയെ. ഇത് ശങ്കരാചാര്യ സ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുന്നതാണ്. ചിത്തസ്യ ശുദ്ധയെ കർമ്മ നതു മുക്തയെ. കൃഷ്ണനും 5-ാമത്തെ അധ്യായത്തിൽ ഗീതയിൽ ഇത് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. കൃഷ്ണൻ 2 സ്ഥലത്ത് ഇത് പറയുന്നുണ്ട്. ഭാഗവതത്തിലും പറയും, ഗീതയിലും പറയും. കായേന മനസാ ബുദ്ധ്യ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയെ. സംഘം തെക്തുവ, മറ്റുള്ള ചിന്തകളൊക്കെ വിട്ട്. സംഘം എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതൊക്കെ വിട്ടുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജപിക്കുകയും ഭാവന ചെയ്യുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? സംഘം തെക്വ. ആത്മശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ശുദ്ധി എന്നാണ്. മനസ്സിന്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ പഴയ ചിന്തകളുടെ ശക്തി കുറഞ്ഞു കിട്ടും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ദിവസവും ഒരു 1008 പ്രാവശ്യം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഒരാൾ പറഞ്ഞു, സ്വാമി ഞാൻ 1008 2008 പ്രാവശ്യം ജപിക്കാറുണ്ട്. ഞാൻ ദിവസവും 2008 പ്രാവശ്യം ജപിച്ചിട്ടേ പുറത്തിറങ്ങാറുള്ളൂ. നിങ്ങൾ ജപിക്കാറുണ്ടോ എന്ന്? ഞാനല്ല ജപിക്കാറ്, അതിനൊരു ഇൻസ്ട്രുമെന്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മെഷീൻ വാങ്ങിക്കാൻ കിട്ടും. അതിങ്ങനെ ജപിച്ചോളും 2008 പ്രാവശ്യം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. ആര് ജപിക്കണം? അവനവൻ. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് ക്ഷേത്രത്തിലും എന്തിനാണ് ഉപവാസങ്ങളും ഒക്കെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ കരുതിയിരിക്കുന്നത് ഈശ്വരപ്രീതിക്കാണ്. ഇതെല്ലാം ഈശ്വരപ്രീതിക്കല്ല. ഇതെല്ലാം ഒരു ദൈവവും പ്രീതിപ്പെടാൻ പോകുന്നില്ല. കൃഷ്ണൻ പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ആത്മശുദ്ധി എന്നാണ്. ഇതേ ടോപ്പിക് തന്നെ ഉദ്ധവരോടും പറയും. ഏകാദശ സ്കന്ധത്തിൽ 23-ാം അധ്യായത്തിൽ 46-ാമത് ശ്ലോകത്തിൽ അവിടെ പറയും, ദാനം സ്വധർമ്മോ നിയമോ യമശ്ച ശ്രുതം ച കർമാണി ച സൽവ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്ത പരോ ഹി യോഗോ മനസഃ സമാധി ദാനം സ്വധർമ്മോ നിയമോ യമശ്ച. ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു? സർവാണി കർമാണി സർവേ മനോനിഗ്രഹം എന്നാണ്. മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ചിന്തകളെ ഇല്ലാതെയൊക്കെ നിഗ്രഹിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്രകാരം അങ്ങനെ ചെയ്യാൻ സാധിച്ചാലേ ശുദ്ധിയുള്ളൊരു മനസ്സുകൊണ്ടേ മുക്തി അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ധ്യാനം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സ് ധ്യാനത്തിനായി യോഗ്യമാവണം. അപ്പൊ ഏത് മനസ്സിനാണ് ധ്യാനം ചെയ്യാൻ സാധിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് മനസ്സിലാണോ വേണ്ടാത്ത ചിന്തകളുടെ എണ്ണം കുറവ്, വേണ്ടാത്ത ചിന്തകളുടെ പ്രഷർ കുറവ്,
അപ്പൊ നമ്മളൊക്കെ ധ്യാനത്തിനിരിക്കുമ്പോണ്ടല്ലോ ഈ പുട്ടിന്റെ കുറ്റിയിൽ നാവി വരുന്ന പോലെയാണ് സാധനം വരുന്നത്. വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരികയാണ്. ധ്യാനം ചെയ്യുമ്പോഴേക്കും എന്തൊക്കെ ഓർമ്മശക്തിയാണ് പലർക്കും കിട്ടുന്നത്. മോള് വിളിച്ചിട്ടുണ്ടാവോ, മൊബൈൽ ഫോണിൽ മിസ് കോൾ വന്നിട്ടുണ്ടാവോ, അവര് വന്നിട്ടുണ്ടാവോ, ഇവര് വന്നിട്ടുണ്ടാവോ, ഇവിടെയാണെങ്കിൽ റൂം അടച്ചിട്ടുണ്ടാവോ, പെട്ടി അടച്ചിട്ടുണ്ടാവോ, ഈശ്വര പണം അവിടെ തന്നെയാണോ വെച്ചത്, ഇന്നലെ ഞാൻ പുറത്ത് വെച്ചിരുന്നല്ലോ, അകത്തേക്ക് വെച്ചു. ഇവിടെ ഞാൻ പറയുന്നത് മൂലാധാരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പെട്ടിന്ന് മനസ്സ് പുറത്ത് വരണ്ടേ? ആകെ 2000 രൂപയേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് പുറത്താണോ അകത്താണോ എന്നുള്ള ചോദ്യം. അങ്ങനെയൊന്നും മനസ്സ് നിങ്ങളെ പെട്ടിന്ന് പുറത്ത് കൊണ്ടുവരിക്കില്ല. പെട്ടിയിലാവുന്നത് വരെ മനസ്സ് പെട്ടിയെക്കുറിച്ച് ചിന്തിക്കും. മനസ്സിലായില്ല? അവസാനം പെട്ടിയിലാകുമ്പോ അതോടുകൂടി ചിന്തകളൊക്കെ നിന്നു. അതുവരെ പെട്ടിയെക്കുറിച്ചും പട്ടിയെക്കുറിച്ചും നോക്കൂ. നിങ്ങൾ വീട്ടിൽ പട്ടി വളർത്തുന്നവർക്ക് അതും പ്രശ്നമാണ്. ധ്യാനത്തിലിരിക്കുമ്പോഴാവും പട്ടിയുടെ വാല എവിടെയോ തൊടുന്നത് പോലെ. കൊതുകായിരിക്കും വന്ന് തൊടുന്നുണ്ടാവുക, പക്ഷെ അവർക്ക് പട്ടിയുടെ വാല് തൊടുന്ന പോലെ തോന്നും. പട്ടിയുടെ സുന്ദര മുഖം ഓർമ്മ വരും. മനസ്സിലായില്ലേ? പട്ടി ചിരിക്കുന്ന പോലെ തോന്നും. ഇതൊക്കെയാണ് ധ്യാനത്തിനുണ്ടാക്കുന്ന. ഭാഗവതത്തിൽ ഭരതന്റെ കഥ പറയുമ്പോൾ പറയും, പാവം ധ്യാനത്തിരുന്നാൽ ഓർമ്മ വരുന്നതൊക്കെ മൃഗയണ കളയപരം എന്നാണ്. ആരുടെ? മാനിന്റെ രൂപ മനസ്സിൽ വരുന്നത്. കാരണം അതിനെ കുറിച്ചാണ് കൂടുതൽ അദ്ദേഹം ചിന്തിച്ചത്. നിങ്ങൾ വിചാരിക്കേണ്ട പട്ടിയെ വളർത്തിക്കഴിഞ്ഞാൽ പട്ടി അവിടെ കിടക്കുന്നു. പട്ടി അവിടെയല്ല കിടക്കുക, മനസ്സിൽ കിടക്കും. അത് അങ്ങനെയൊന്നും പട്ടി നിങ്ങൾ വെറുതെ വിടുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പട്ടിയെ അകത്തും കുട്ടിയെ പുറത്തും ആക്കാതിരുന്നത്. ഇപ്പോൾ ഉള്ളവർ എന്ത് ചെയ്തു വെച്ചാൽ കുട്ടിയെ പുറത്തും പട്ടിയെ അകത്തുമാക്കി. അതുകൊണ്ടോ ഏതാ ഇതില്? നിങ്ങളൊരു വീട്ടിൽ കയറി ചെന്നാലുണ്ടല്ലോ, അവിടെ പട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഗേറ്റിൽ നിന്ന് വിളിച്ചു പറയാ? പട്ടി ഗേറ്റിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ആളോട് എന്താ പറയുക? ആ പട്ടിയെ ഒന്ന് വിളിക്കൂ എന്ന്. അങ്ങനെ ഒരു ഭാഷയുണ്ടോ? പട്ടിയെ ഒന്ന് അകത്തേക്ക് വിളിക്കൂ എന്ന്. ആ അകത്തേക്ക് എന്നുള്ള ഭാഷ വിട്ടുപോയാൽ പിന്നെ പട്ടിയെ വിളിക്കൂ എന്നാണ്. നോക്കൂ, ആ വീട്ടുകാരന്റെ മുഖത്ത് നോക്കി പട്ടിയും നിങ്ങൾ പറഞ്ഞില്ലേ? കുറെ കഴിഞ്ഞാൽ മനസ്സ് നിങ്ങളെ വെറുതെ വിടില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും തസ്മാ ജാഗ്രത. എന്താ ജാഗ്രത? എൻ്റെ കൂടെ ഒരു മനസ്സ് യാത്ര ചെയ്യുന്നുണ്ടെന്നും ഈ മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ചിട്ടാണ് എൻ്റെ പുരോഗതിയെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. ഓൾ യുവർ ഡെവലപ്മെന്റ്സ് ആർ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ തോട്ട്സ്, യുവർ മൈൻഡ്. അതുകൊണ്ട് മൈൻഡ് യുവർ മൈൻഡ്. നമ്മളിപ്പോൾ മറ്റുള്ളവരോട് പറയുന്നത് മൈൻഡ് യുവർ ബിസിനസ് എന്നാണ്. എൻ്റെ കാര്യം നോക്കാൻ നിങ്ങളാരാ മനുഷ്യയാണ്? ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എൻ്റെ കാര്യം. മനസ്സിലായില്ലേ? നമ്മളോട് ഋഷിമാര് പറയുന്നത്, കൃഷ്ണൻ പറയുന്നത് മൈൻഡ് യുവർ ഹെഡ് എന്ന് എഴുതി വെക്കാറില്ലേ ചിലയിടത്ത്? അമ്പലത്തില് എവിടെയെങ്കിലൊക്കെ തല കുനിക്കുന്നതുണ്ടെങ്കിൽ അവിടെ എഴുതിക്കും മൈൻഡ് യുവർ ഹെഡ് എന്ന്. ഇതേപോലെ കൃഷ്ണൻ നമ്മളോട് പറയുന്നത് മൈൻഡ് യുവർ മൈൻഡ്. കെയർഫുൾ ആവുക. അപ്പൊ എങ്ങനെ കെയർഫുൾ ആവുക? ഒരു ആന്റിബോഡി നമ്മളെപ്പോഴും മൈൻഡിന് കൊടുത്തുകൊണ്ടിരിക്കണം, ആന്റിഡോസ്. അതാണ് ഭഗവാൻ പറയുന്നത്. ഇതുകൊണ്ടൊന്നും എന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണം. ശുദ്ധി കൊണ്ട് ശുദ്ധിയുള്ള മനസ്സിനെ എന്നിലേക്ക് അർപ്പിക്കുകയും വേണം, ലയിപ്പിക്കുകയും വേണം. അപ്പോഴാണ് പ്രോപ്പർ പ്രോസസ്സാണ്. ഏത് കാര്യത്തിലും അതിൻ്റെതായ പ്രോസസ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ചപ്പാത്തി നന്നാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സാണ് അതിനെ ഒന്ന് ഇടിച്ച് നിരപ്പിലാക്കുക എന്നുള്ളത്, ഇടിച്ച് പാകപ്പെടുത്തുക. അതിനെത്രത്തോളം കുഴച്ച് പാകപ്പെടുത്തുന്നുണ്ടോ അത്രത്തോളം അതിനെ നല്ലൊരു ചപ്പാത്തിയാക്കി ചുടാൻ സാധിക്കും. നിങ്ങളതിൻ്റെ കുഴക്കൽ ശരിയല്ലെങ്കിലോ, കുഴക്കൽ ശരിയല്ലെങ്കിൽ ആ ചപ്പാത്തിയും ശരിയാവില്ല. ഇതേപോലെയാണ് നിങ്ങൾ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ മാവ് നന്നായിരിക്കണം, വേണമല്ലേ? ഏതിനും ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ശരിയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും ശരിയാണ്. ഇതേപോലെ
നമ്മുടെ ആത്മീയ പുരോഗതിയിലും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രോസസ്സാണ്, രണ്ടതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഈ പ്രോസസ്സാണ് ആത്മശുദ്ധി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഫീലിംഗ് എന്ന് പറയുന്നത്. എന്ത് ഫീലിംഗ്? ഞാനും ഭഗവാനും ഒന്നാണെന്നൊരു ഫീലിംഗ്, ഒരു ടുഗദർനെസ്, ഒരു ക്ലോസ്നെസ്, ഒരു വൺനെസ്, ഒരു എന്താ പറയുക, യൂണിയൻ. ആരുമായിട്ട്? ഭഗവാനുമായിട്ട്. ഒരു ഇൻഫിനിറ്റ് പവറിൻ്റെ ഭാഗമാണ് ഞാനെന്നും ഞാൻ എപ്പോഴും ആ പവറിൽ കണക്റ്റഡ് ആണ് നമ്മൾ. ഒരു ഡീപ്പ് കോൺഷ്യസ്നെസ്, ഡീപ്പ് അവെയർനെസ്. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഇത് വരണം. ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽപദമിണ്ടാവതല്ല മമ പണ്ടേ കണക്കേ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിലിഹ നാരായണായ നമ. ഒന്നായ നീ രണ്ടായി മാറി. വീണ്ടും എങ്ങനെ വരണം? ഒന്നായി വരണം. ഇത് കല്യാണത്തിന് ശേഷം പാടാനുള്ളതാണോ? പണ്ട് ഞാൻ ഒന്നായിരുന്നു, ഇപ്പോൾ ഞാൻ രണ്ടായി, വീണ്ടും പണ്ടേ കണക്കേ. അതാണോ ഇത്? കല്യാണത്തിന് ശേഷം പാടാനുള്ളതല്ലത്. ഇവിടെ രണ്ടായിരിക്കുന്നത് ഏതൊരു അനന്തമായ ശക്തിയിലാണോ മനസ്സുണ്ടായിരുന്നത്, അന്നൊന്നായിരുന്നു. അതിൽ നിന്നും വേർപിരിഞ്ഞപ്പോൾ മനസ്സും പരമാത്മാവും രണ്ടായി, വീണ്ടും ഒന്നായി. ഒരു ഫീലിംഗ് വരണം. ഞാനും ഭഗവാനും അതൊരു ഫീലിംഗ് ആണ്, അതൊരിക്കലും നിങ്ങളുടെ അറിവല്ലത്. അതുകൊണ്ട് അതിനെ വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റില്ല. തീ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളും തീയും ഒന്നാണെന്ന് നിങ്ങൾക്ക് വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റുമോ? തീ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് തൊട്ടിട്ട് പറയാണ്, ഇപ്പോൾ ഞാനും ചൂടും ഒന്നാണ്. നിങ്ങൾ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് അനുഭവമാണ്. ഉച്ചയ്ക്ക് ജിലേബി കഴിക്കുന്ന സമയത്ത്, അത് വായിലേക്കിടുന്ന സമയത്ത് നിങ്ങളും മധുരവും ഒന്നാണ്. ജിലേബി വായിലിട്ടിട്ട് 1 മിനിറ്റ്, ഇപ്പോൾ ഞാനും മധുരവും ഒന്നാകുന്നു. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇടിച്ചു പിഴിഞ്ഞ് പായസമല്ലേ എന്ന്. നമ്മളൊക്കെ കുടിച്ചില്ലെങ്കിൽ പിന്നെ ആരാ കുടിക്കുക അത്? അപ്പൊ അവർക്ക് അതൊക്കെയാണ്. ഒരാൾ ഇടിയണതും പിഴിയണതും വേർക്കുന്നതും നമുക്ക് വേണ്ടിയിട്ടേ. അപ്പൊ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ, അപ്പോൾ മധുരം കഴിച്ച് മധുരവും നിങ്ങളും ഒന്നാവുമ്പോൾ നിങ്ങൾക്കത് പറയേണ്ട കാര്യമില്ല, അതൊരു അനുഭവമാണ്. അതുപോലെ മെഡിറ്റേഷൻ എന്നത്, ശ്രദ്ധിക്കണേ, മെഡിറ്റേഷൻ എന്നത് ഒരിക്കലും ഒരു പ്രവൃത്തിയല്ല, അനുഭവമാണ്, അനുഭൂതിയാണ്. അതുകൊണ്ട് അതിനെ വാക്കുപയോഗിച്ചത് ജ്ഞപ്തി എന്നാണ് വാക്ക്. ജ്ഞാനം എന്നല്ല ഉപയോഗിച്ചത്. ജ്ഞാനം എന്നതിന് അറിവെന്നും, ജ്ഞപ്തി എന്നൊരു വാക്കുണ്ട് സംസ്കൃതത്തിൽ. ജ്ഞപ്തി, ജ്ഞാന, തി, ജ്ഞാനത്തിന്റെ ജ്ഞാ, പിന്നെ തി. ഭാഗവതത്തിൽ മുചുകുന്ദൻ പറയുന്നൊരു വാക്കാണ് ത്വം ജ്ഞപ്തി മാത്രം എന്നാണ്. ഒരു അനുഭൂതിയുടെ വാക്കാണ്. അപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ, ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാനെ അങ്ങ് അനുഭൂതിയാകുന്നു എന്നാണ്. ഒന്നാണെന്ന അനുഭൂതിയാകുന്നു എന്നാണ്. ഇത് നമ്മൾ പരിശീലിച്ചെടുക്കേണ്ടതാണ്. ഭഗവാനും നമ്മളും ഒന്നാണെന്നത് ഒരു അനുഭൂതിയാണ്. ഇപ്പൊ നമ്മൾ കണ്ണടച്ചിരുന്നാൽ കുറച്ചു നേരം ഒരു അനുഭൂതി വരണം. ഞാനും പക്ഷെ ആ അനുഭൂതി വരണമെങ്കിൽ ആർക്കാണ് ആ അനുഭൂതി ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിന് അത്രയും ശുദ്ധിയുള്ളവർക്കേ അനുഭൂതി കൂടുള്ളൂ. മനസ്സിന് ശുദ്ധി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ ചിന്തകളുടെ എണ്ണം കുറയണം, അതിൻ്റെ ശക്തി കുറയണം. അതിൻ്റെ ശക്തി കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്തിരിക്കണം. അതായത് ഒന്ന് ഫൗണ്ടേഷനാണ്, രണ്ടാമത്തത് കൺസ്ട്രക്ഷനാണ്. ഫൗണ്ടേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ശുദ്ധി ഉണ്ടെങ്കിലേ, ചിത്തശുദ്ധിക്ക് ഞാൻ എന്തു ചെയ്യൂ, പുരാധീശനെ സേവ ചെയ്യൂ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അഞ്ജന ശ്രീധര ചാരുമൂർത്തേ.
അഞ്ജലി കൂപ്പി ദുഃഖമൊടുക്കുന്ന തമ്പുരാനെ തൃക്കഴിൽ ഞാനിതാ കുമ്പിടുന്നേ, ദുഃഖമൊടുക്കുവതിനെന്തു കാരണം? അങ്ങനെയാണതിങ്ങനെ പോകുന്നത്. അപ്പൊ ചിത്തശുദ്ധിക്കു ഞാൻ എന്തു ചെയ്യൂ? വായുപുരാധീശനെ സേവ ചെയ്യൂ. മനസ്സിലായില്ലേ? ഇങ്ങനെ മനസ്സിന്റെ ശുദ്ധീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ധ്യാനം അവർക്ക് എളുപ്പത്തിൽ സാധിക്കും. ഇത് രണ്ടും മനസ്സിലാക്കിക്കൊള്ളാം. ഒന്ന്, ക്ഷേത്രദർശനം, തീർത്ഥാടനം തുടങ്ങിയതൊക്കെ നതു മുക്തയെ, പക്ഷേ എന്തിനാണ്? ശുദ്ധയെ. അപ്പൊ ഇപ്രകാരം ശ്രീരാമസ്വാമി പറയുന്നതാണ്. പിന്നെ പറയും, അതിനാണ് സജ്ജന സംഘം. നോക്കൂ നിങ്ങൾ, ഭക്തിയുടെ ആദ്യത്തെ ആരംഭം ശ്രീരാമസ്വാമി ശബരിയോട് പറയുന്നത്, ആദ്യത്തെ ഭക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത് സത്സംഗമാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടു. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മത് കഥാലാപം. നോക്കൂ, ഇവിടെയൊക്കെ നിങ്ങൾ നോക്കൂ, ഒരു ക്ഷേത്രത്തിൽ തൊഴുതു പോകുന്നതാണ് മുഖ്യം എന്നല്ല പറയുന്നത്. നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. അതാണ് നമ്മൾ റോങ് ആയി തുടങ്ങിപ്പോയി. നമ്മൾ തുടങ്ങേണ്ടിയിരുന്നത് കുട്ടിക്കാലത്തെ സത്സംഗങ്ങളിലൂടെ തുടങ്ങേണ്ടത്. എന്തിനാണ് അമ്പലം? എങ്ങനെയാണ് അമ്പലത്തിൽ പോകേണ്ടത്? എന്തിനാണ് ഇത്രയധികം ദൈവങ്ങൾ? അപ്പൊ നമുക്ക് കുട്ടിക്കാലത്തെ മനസ്സിലാകുമായിരുന്നു ഇത്രയൊന്നും ദൈവങ്ങൾ ഇല്ല, ഇതെല്ലാം ഗുരുക്കന്മാരാണെന്നും ഉപാസന ചെയ്യാനുള്ള രൂപങ്ങളാണെന്നും. ഇപ്പൊ 3 രൂപത്തിൽ നമ്മൾ കാണണം അതിനെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പക്ഷെ ആ ടോപ്പിക് എടുത്തില്ല ഞാൻ. ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയോട് പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു നിങ്ങളോട്. ദേഹബുദ്ധ്യാത്തു ദാസോഹം, ജീവബുദ്ധ്യാത്തു അംശോഹം, ആത്മബുദ്ധ്യാത്തു ത്വമേവ അഹം. പറഞ്ഞത് ഓർക്കുണ്ടോ നിങ്ങൾ? അപ്പോ പറഞ്ഞു വരുന്നത് 3 തരത്തിൽ നമ്മൾ കാണണം. ഗുരുവായി കാണണം, ഉപാസനാമൂർത്തിയായി കാണണം, ആത്മാവായി കാണണം. ഇങ്ങനെ നമ്മൾ 3 തലത്തിലും കാണുമ്പോൾ നമുക്ക് അതുകൊണ്ട് മാനസികമായ ശുദ്ധീകരണം എളുപ്പത്തിൽ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ദൈവമായിട്ടാണ്. ശരിക്കും ഹിന്ദുമതത്തിൽ അങ്ങനെ ദൈവസങ്കല്പം ഇല്ല. അത് നമ്മൾ തെറ്റായൊരു ഭക്തി അച്ഛനമ്മമാര് നമ്മുടെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചു പോയി. പുരി, കൊണാർക്ക്, രാജാറാണി, ഭുവനേശ്വർ തുടങ്ങിയ 15ഓളം ക്ഷേത്രങ്ങളിലേക്ക് ഒരു പുണ്യയാത്ര 2014 ഫെബ്രുവരിയിൽ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ ഭാരതീയ പുണ്യക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ഗോവിന്ദ് അപ്പാർട്ട്മെന്റ്സ്, കളത്തിപ്പറമ്പിൽ റോഡ്, കൊച്ചിൻ 16. ടെലിഫോൺ 9446362477, 9446326477. വാസാംസി ജീർണാനി യദാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തദാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വാസാംസി ജീർണാനി വിഹായ നവാനി ഗൃഹ്ണാതി തദാ ശരീരാണി ജീർണാനി വിഹായ നവാനി ഗൃഹ്ണാതി. അർത്ഥം നിങ്ങൾക്കറിയാം. വാസം ജീർണാനി വിഹായ, ജീർണിച്ച വസ്ത്രം വിട്ടിട്ട് നവാനി ഗൃഹ്ണാതി, പുതിയതെടുക്കുന്നു. അതുപോലെ ശരീരാണി, ഇവിടെ ദേഹി ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദേഹി എന്ന് പറഞ്ഞാൽ മനസ്സ്, പ്രാണനും. പ്രാണന്റെ ജോലിയാണ് ഒരു ബോഡിയിൽ നിന്നും വേറെ ബോഡിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ഇങ്ങനെയൊരു ജന്മമുണ്ട്. നിങ്ങളെ ഉയർത്തിയിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഈ ചക്രത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. നിങ്ങൾ വിചാരിക്കേണ്ട അമ്പലത്തിൽ പോയാൽ ദൈവം നോക്കിക്കോളും. ഒരു ദൈവവും നോക്കാൻ പോകുന്നില്ല. ഒരു ദൈവവും ഇന്നേ വരെ ആരെയും നോക്കിയിട്ടില്ല. കാരണം ദൈവം എന്ന് പറയുന്നൊരു ശക്തി പുറമേ ഒരു വ്യക്തിയല്ല. ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിന് തന്നെ അർത്ഥം ദൈവം, ദിവ് എന്നാണ് ശബ്ദം. എന്ന് പറഞ്ഞാൽ ചൈതന്യം എന്നാണ് അർത്ഥം, ബോധം എന്നാണ് അർത്ഥം. അപ്പൊ ദൈവം എന്നുള്ള ശബ്ദത്തിനർത്ഥം പൂർണ്ണബോധമാണ്. അപ്പൊ പൂർണ്ണബോധമാണ് ദൈവമെങ്കിൽ നിങ്ങളുടെ മനസ്സ് അതിൻ്റെ ഒരു അംശമാണെങ്കിൽ എങ്ങനെയാ പുറമേയുള്ളൊരു വ്യക്തിക്ക് നിങ്ങളെ ഉയർത്താൻ പറ്റുക? ഇവിടെയാണ് നിങ്ങൾ കഥകളൊക്കെ മനസ്സിലാക്കണം. കൃഷ്ണൻ വിചാരിച്ചിട്ട് സ്വന്തം കുലത്തെ മാറ്റാൻ പറ്റിയിട്ടില്ല. രാമൻ വിചാരിച്ചിട്ടും സ്വന്തം കുലത്തെ മാറ്റാൻ
സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മളിലെ അന്ധമായ വിശ്വാസങ്ങളൊക്കെ മാറണം. നിങ്ങൾക്ക് ആ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടാവണം, പൂർണ്ണ ബോധമുണ്ടാവണം. ഉദ്ധരേത് ആത്മനാത്മാനം, എന്നെ ഉയർത്തേണ്ടുന്ന സകല ഉത്തരവാദിത്വവും എനിക്ക് തന്നെയാണ്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇത്രയും കാലം അമ്പലത്തിൽ പോയി അവരെ പുണ്യപ്രവർത്തികൾ ചെയ്തു, സത്പ്രവർത്തികൾ ചെയ്തു, എന്നിട്ടും എന്തേ അവർക്ക് ഇങ്ങനെയൊരു അനുഭവം? പ്രവൃത്തികളല്ല നമ്മെ ഉയർത്തുന്നത്, ചിന്തകളാണ്. മറക്കരുത്. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് പ്രകൃതിപരമാണെങ്കിൽ നിങ്ങൾ തളരാനും തകരാനും ബാധ്യസ്ഥരാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് ബോധപരമാണെങ്കിൽ നിങ്ങൾ ഉണരാനും ഉയരാനും യോഗ്യരാണ്. പ്രവൃത്തികളല്ല നിങ്ങളെ ഉയർത്തുന്നത്, ചിന്തകളാണ്. ഉപനിഷത്തിൽ പറയും, ന കർമ്മണാന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശു പരേണനാഗം നിഹിതം ഗുഹായാം വിഭ്രാജിതോ യതയോ വിശന്തി. ഉപനിഷത്തിൽ പറയുന്ന വാക്കുകളാണ്. കൃഷ്ണനും അത് തന്നെയാണ് പറയുന്നത്. ചിന്തകൾക്ക് മാത്രമേ ഒരു വ്യക്തിയെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ, പ്രവൃത്തികൾക്കല്ല. അവനവനെ ഉയർത്തേണ്ടത് അവനവന്റെ ചിന്തകളാണ്. അപ്പൊ നിങ്ങൾ ചിന്തകളെ മാറ്റിയെടുത്തില്ലെങ്കിൽ ഈ ചിന്തകൾ തന്നെ, ഈ പ്രകൃതി ചിന്തകൾ തന്നെ ഒരു ശരീരത്തിൽ നിന്നും വേറൊരു ശരീരത്തിൽ, ഒരു മാറ്റവുമില്ല. പഴയൊരു ജീവിതം വേറെ പുതിയ ശരീരത്തിൽ. ഇവിടെയും നിങ്ങൾ കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കി, ഇനിയും നിങ്ങൾ കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കും. ഇതിങ്ങനെ പുനരഭിജനനം. എത്ര കാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര കാലം കൊണ്ട് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ മാറ്റുന്നുണ്ടോ അത്രയും കാലം. ചിന്തകൾ മാറിയാലോ ഭഗവാൻ ഉറപ്പ് തരികയാണ്, അയതീ ശ്രദ്ധയോപേത യോഗാചലിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധ്യം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. ശ്രീ ഭഗവാനുവാച പാർത്ഥനേവേഹനാമുത്ര വിനാശത്തസ്യ വിദ്യതേ നഹി കല്യാണഗത് കസ്യ ദുർഗതിം താത ഗച്ഛതി. അർജുനന്റെ ചോദ്യവും കൃഷ്ണന്റെ ഉത്തരവും. അർജുനൻ പറയുന്നു, ശ്രദ്ധയോ, ഞാൻ ശ്രദ്ധയോടുകൂടി യോഗ, അങ്ങ് പറഞ്ഞ പോലെ ധ്യാനവും മറ്റും പരിശീലിച്ചു. യോഗ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം യോഗ ക്ലാസ്സിൽ പോയി നല്ല അർത്ഥം. ഈ യോഗ എന്നുള്ള ശബ്ദം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യോഗ എന്നുള്ളതിന് പതഞ്ജലി മഹർഷി അർത്ഥം പറയുന്നത് യുജ് എന്നാണ്. യുജ് എന്നാണ്, യോജിപ്പിക്കുക എന്നാണ്. യോഗ ചിത്തവൃത്തി നിരോധ യോഗ, ഇതാണ് പതഞ്ജലിയുടെ ഡെഫിനേഷൻ. യോഗ പുസ്തകം എഴുതിയ യോഗ ആചാര്യൻ തന്നെ അതിന് നിർവചനം കൊടുത്തിരിക്കുകയാണ്. യോഗ ചിത്തവൃത്തി നിരോധ, വേണ്ടാത്ത ചിത്തവൃത്തികളെ നിരോധിക്കുന്നതാണ് യോഗ. അപ്പോൾ തീർച്ചയായിട്ടും അത് ശരീരത്തിന്റെ അല്ല, മനസ്സിന്റെയാണ്. അപ്പോ ആരാണോ യോഗ ചെയ്യുന്നത്, ധ്യാനം തുടങ്ങിയിട്ടുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നത്, അപ്രാപ്യ, മുഴുവൻ കെട്ടുമഴിക്കാൻ പറ്റിയില്ല. അപ്പൊ അവരുടെ ചിന്തകളൊക്കെ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ചിന്തകളിലൂടെ എത്തേണ്ടടുത്ത് മുഴുവൻ എത്തിയില്ല, മുഴുവൻ കെട്ടുമഴിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ചലിത് ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോയി. കാ ഗതി കൃഷ്ണ ഗച്ഛതി, അങ്ങനെയുള്ളവരുടെ ഗതി എന്തായിരിക്കും നോക്കണേ. ആദ്യത്തവരുടെ ഗതി പറയണത് അവരല്പം പോലും പ്രകൃതിയിൽ നിന്ന് മാറിയിട്ടില്ല. അവരെ പ്രാണൻ എടുത്തുകൊണ്ട് വേറെ ശരീരത്തിൽ കൊണ്ടുവരും. അബോധാവസ്ഥയിൽ മരിക്കും, അബോധാവസ്ഥയിൽ ജനിക്കും, ബോധമുണ്ടാകും. ഈ പഠിച്ചതൊക്കെ അവർക്ക് വേസ്റ്റായി മാറും. ഒന്നും പെട്ടെന്ന് ഓർമ്മ വരില്ല. വേസ്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ വേസ്റ്റ് ആവില്ല, പക്ഷെ ഇറ്റ് ടേക്സ് ലോങ് ടൈം. ആത്മീയതയിലേക്ക് വരാൻ വളരെ കാലമെടുക്കും അവർക്ക്. പെട്ടെന്ന് ക്ലിക്ക് ചെയ്യില്ല, കുട്ടിക്കാലത്തെ ക്ലിക്ക് ചെയ്യില്ല. എന്നാൽ ഭഗവാൻ പറയുന്നു, അർജുനൻ ചോദിക്കുന്നു, യോഗ അപ്രാപ്യ, പ്രാക്ടീസ് ചെയ്തു, പക്ഷേ മുഴുവൻ കെട്ടുമഴിക്കാൻ പറ്റില്ല. കാ ഗതി, എന്തായിരിക്കും ഗതി? പിന്നെ ഭഗവാൻ ഉത്തരം പറയുന്നു,
വിനാശ തസ്യ ന വിദ്യതേ, അവർക്കൊരിക്കലും നാശം ഉണ്ടാവില്ല. കല്യാണകൃ ദുർഗതി ന ഗച്ഛതി, അവർക്കൊരിക്കലും ദുർഗതി ഉണ്ടാവില്ല. അപ്പൊ ഉറപ്പാണ് അവര് അബോധത്തിലല്ല മരിക്കുന്നത്, ബോധത്തിലാണ്. അവർക്ക് ആ പഠിച്ചതും മനസ്സിലാക്കിയതൊന്നും അവർക്കൊരിക്കലും നഷ്ടപ്പെടില്ല. ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോപിചായതേ അഥവാ യോഗിനാം കുലേ ഏവ ഭവതി അർജുന. ഭഗവാന്റെ വാക്കുകളാണ്. ശുചീനാം ശ്രീമതാം, സമ്പത്തും നല്ല സംസ്കാരവും ഉള്ള കുലത്തിലായിരിക്കും അവരുടെ മനസ്സ് വന്ന് വീഴുന്നത്, ജനിക്കുന്നത്. അല്ലെങ്കിൽ യോഗിനാം ഏവ കുല ഭവതി, എവിടെ വന്ന് വീഴും? ചെറുപ്പത്തിലെ ആത്മീയ സംസ്കാരം കിട്ടുന്ന ഒരു എൻവയറമെന്റ് ഉള്ള കുടുംബത്തിൽ വന്നവര്. ഇപ്പൊ നിങ്ങളുടെ യാത്ര നിശ്ചയിക്കുന്നത് മുഴുവൻ നിങ്ങളാണ്. നിങ്ങൾ എത്രത്തോളം കെട്ടഴിച്ചിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ബോധത്തിൽ മരിക്കാം. എത്രത്തോളം ബോധത്തിൽ മരിച്ചിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് വീണ്ടും അവിടെ വെച്ച് നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. മനസ്സിലാവുണ്ടോ? ഇത് പ്രവൃത്തിയിലൂടെയല്ല, ഇത് ചിന്തയിലൂടെയാണ്. ചിന്ത മാറ്റിയെടുക്കണം. എത്ര ചിന്തകൾ നിങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട് എന്നുള്ളടത്താണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. കാരണം ദുഃഖവും സുഖവും എല്ലാം ശരീരത്തിലല്ല, മനസ്സിലാണ്. ഇപ്പോ നമ്മൾ ദുഃഖവും സുഖവും ഒക്കെ പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ദുഃഖം എന്നതൊരു പ്രവൃത്തിയായിട്ട് നിങ്ങൾ കാണണം. ആരോ ചെയ്ത പ്രവൃത്തിയാണ് എന്റെ ദുഃഖത്തിന് കാരണം എന്നാണ് നമ്മൾ ഭൂരിപക്ഷം ആളുകൾ പറയുക. നിങ്ങൾ ഉത്തരവും കാണുന്നത് പ്രവൃത്തിയിലൂടെയാണ്. അമ്പലത്തിൽ പോയി ഞാൻ ഈ വഴിപാട് ചെയ്തു, അതുകൊണ്ട് എന്റെ ദുഃഖവും മാറി. ഇപ്പോ ഒരു ദുഃഖം പ്രവൃത്തിയിലൂടെ വന്നതിന് വേറൊരു പ്രവൃത്തി. കർമ്മത്തിൽ നിന്നും കർമ്മത്തിലേക്കാണ് നമ്മുടെ യാത്ര. നമുക്ക് വേണ്ടത് ചിന്തകളിൽ നിന്നും ചിന്തകളിലേക്ക് യാത്ര ചെയ്യണം. വേണ്ടാത്ത ചിന്തകളിൽ നിന്നും വേണ്ടുന്ന ചിന്തകളിലേക്ക്. ഒരേ ഒരു മാറ്റമേ വരുത്തേണ്ടുള്ളൂ. നിങ്ങൾ പുറമേ ഉള്ളതിലേക്ക് ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതലൊന്ന് മനസ്സിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും വേണ്ടു, വേറെ ഒന്നും വേണ്ട. ശ്രദ്ധയൊന്ന് മാറ്റണം, നിങ്ങളുടെ അറ്റൻഷൻ ഒന്ന് മാറ്റണം. ആത്മീയത എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. പുറമേ നിന്ന് അകത്തേക്ക്. ഉപനിഷത്തിൽ പറയും, കഠോപനിഷത്തിൽ പറയും, പരാഞ്ചികാനീവതന സ്വയം ഭൂ പരാങ് പശ്യതി ന അന്തരാത്മൻ കുജിത് ധീര പ്രത്യേകാത്മാനമൈഷത് ആവൃത്ത ചക്ഷു അമൃതത്വമിച്ച്. ഭൂരിപക്ഷം ആളുകളും പരാഞ്ചികാനി വിതന സ്വയം ഭൂ പരാങ് പശ്യതി. അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കായതുകൊണ്ട് അവർ പുറമേ ഉള്ളത് മാത്രം കാണുന്നു. കുജിത് ധീരക, കുറച്ച് ധീരന്മാര്, ആവൃത്ത ചക്ഷു അമൃതത്വം. ഇങ്ങോട്ട് നോക്കുന്നു, അവരുടെ മനസ്സിലേക്ക് നോക്കുന്നു. പുറമേക്കും നോക്കാൻ നിങ്ങൾക്ക് സാധിക്കും, ഉള്ളിലേക്കും. ഇതിനെ പറയും അന്തർമുഖത്വം എന്ന് പറയും. ബഹിർമുഖത്വം, അന്തർമുഖത്വം. രണ്ട് മുഖം നിങ്ങൾക്കുണ്ട്. ബഹിർജ്ഞാനവും നിങ്ങൾക്കുണ്ട്, ബഹിർ കണ്ണുകളും നിങ്ങൾക്കുണ്ട്, മാംസ കണ്ണുകളും നിങ്ങൾക്കുണ്ട്, ജ്ഞാന കണ്ണും നിങ്ങൾക്കുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെയൊക്കെ ഇത് കേൾക്കും തോറും നിങ്ങൾ ജ്ഞാനക്കണ്ണ് വർദ്ധിക്കണം. ജ്ഞാനക്കണ്ണ് പറഞ്ഞാൽ ധ്യാനത്തിലൂടെ നിങ്ങളെ നോക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ പഠിക്കണം. അപ്പോഴാണ് നമ്മൾ കെട്ടഴിച്ച് ക്രമേണ 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 പ്രകൃതിയിൽ നിന്നും ബോധത്തിലേക്കുള്ള യാത്ര. രാമായണം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നും ബോധത്തിലേക്കുള്ള യാത്രയാണ്. പ്രകൃതിയിൽ രമിച്ച മനസ്സിനെ ബോധത്തിൽ രമിപ്പിക്കാനുള്ള പരിശീലനം. ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവതേ ആദ്യന്തവന്ത കൗന്തേയ നതേഷോരമദേ ഭുത യോന്തഃ സുഖന്തരാരാമ തദാന്തർജ്യോതിരേവയ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോതി ഗച്ഛതി. ഭൂരിപക്ഷം ആളുകളും ആദ്യത്തെ കാറ്റഗറിയിൽപ്പെടുന്നവരാണ്. സംസ്പർശജാഭോഗ, സ്പർശിച്ചു കിട്ടുന്ന സുഖത്തിൽ രമിക്കുന്നവരാണ് അവര്. അതായത് പ്രവൃത്തികളിലൂടെ സുഖം കണ്ടെത്തുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. പ്രവൃത്തിയാണ് അവരുടെ സുഖം.
ഈ കള്ളു കുടിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, ലേശം ഒരു സിപ്പ് കഴിച്ചാൽ തന്നെ എന്തൊരു സുഖമാണെന്നറിയാം. ഒരാളിങ്ങനെ സ്ഥിരമായി കള്ളു കുടിക്കുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഇദ്ദേഹം കുടിച്ച് വീട്ടിൽ വരാൻ വൈകും. ഒരു ദിവസം ഭാര്യ അന്വേഷിച്ച് നോക്കുമ്പോൾ ബാറിന്ന് ഇറങ്ങി വന്നില്ല. അവിടെ ഇരുന്ന് കുടിക്കുക പാർട്ടി. ഭാര്യ അങ്ങോട്ട് കയറി വന്നു, ചെന്നു, 10 മണി ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ലേ പാർട്ടി രാത്രി. അപ്പൊ നോക്കുമ്പോൾ ഗ്ലാസ്സിൽ ലേശം ബാക്കിയുണ്ട്. ഭാര്യ അതെടുത്തിട്ട് അങ്ങോട്ട് വായിലേക്ക് ഒഴിച്ചു. അത്രയും ചവർപ്പും എരിവും ഒരു തുപ്പ് വെച്ചു കൊടുത്തു ഭർത്താവിന്റെ മുഖത്തേക്ക്. പറഞ്ഞു, ഈ വൃത്തികെട്ട സാധനാണല്ലോ നിങ്ങൾ ഇങ്ങനെ ഇറക്കി കഴിക്കുന്നത്, സുഖിച്ച് കഴിക്കുന്നത്. അപ്പൊ ഭർത്താവ് പറയാണ്, ഇപ്പോഴെങ്കിലും പാറു നിനക്ക് മനസ്സിലായില്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് ഇറക്കുന്നത്? ഇതൊന്ന് ഇറക്കി കിട്ടാനുള്ളൊരു പാട്, ഓ എന്തൊരു എരിച്ചിലും പുകച്ചിലുമാണ്. നീ വിചാരിച്ചത് ഞാൻ സുഖിക്കുകയാണെന്നാണ്? ഞാനിതൊന്ന് കുടിക്കാൻ പെടുന്ന ഒരു പാട്. നിങ്ങൾ ഈ സിനിമയിലൊക്കെ നോക്കൂ, കള്ളുകുടിയന്മാർ അവരെ ഇതൊക്കെ ഒരു മുഖഭാവൊക്കെ. അപ്പൊ ഈ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടേണ്ടതുണ്ടോ എന്നാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊക്കെയാണ് സുഖം. സുഖോന്തരാര. പക്ഷേ ആദ്യന്തവന്ത്, ഇതിനെല്ലാം ഒരു, ഏത് പ്രവൃത്തിയിലൂടെ കിട്ടുന്ന സുഖത്തിനും ഒരു അവസാനമുണ്ട്. ഇന്നത്തേശ്വരമതേ ബുധ, ബുദ്ധിയുള്ളവർ അതിൽ മാത്രം നിൽക്കില്ല. അവരെന്ത് ചെയ്യും? ധ്യാനം പരിശീലിച്ച് അവരുടെ ചിന്തകളെ മാറ്റി അന്തർജ്യോതി, അവരാരിലേക്ക് ശ്രദ്ധ തിരിക്കും? അന്തർജ്യോതി, ബ്രഹ്മനിർവാണം. അവർ ക്രമേണ പ്രകൃതിയിൽ നിന്നും ബ്രഹ്മനിർവാണം. നിർവാണം എന്ന് പറഞ്ഞാൽ ലയം നടത്തം. അവരുടെ മനസ്സ് ലയിക്കും. ആരിൽ? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു നിങ്ങളോട്, പൂർണ്ണ ബോധത്തെയാണ് ബ്രഹ്മം. അപ്പോ അവരുടെ മനസ്സ് കൂടുതൽ പൂർണ്ണ ബ്രഹ്മത്തിലേക്ക് തിരിയാതെ. അപ്പൊ നോക്കൂ, നിങ്ങൾക്കൊക്കെ അതിനുള്ള യോഗ്യതയുണ്ട്. അപ്പൊ അതിനെന്ത് വേണം? ധ്യാനം ചെയ്യണം, ചിന്തകളെ മാറ്റണം, അതിൽ ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചിന്തിക്കണം എന്നുള്ളത്, എന്ത് ചെയ്യണം എന്നുള്ളതല്ല. കർമ്മത്തേക്കാൾ കൂടുതൽ ശ്രദ്ധ ചിന്തകളിലേക്ക് കൊണ്ടുവരും. മനസ്സിലായില്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. പ്രവൃത്തിയേക്കാൾ കൂടുതൽ ശ്രദ്ധ ചിന്തകളിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾ കൂടുതൽ കോൺഷ്യസ് ആവാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ മെക്കാനിക്കലായി മാറും. കുറെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ യാന്ത്രികമായി ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പ്രവൃത്തിയേക്കാളും ശ്രദ്ധിക്കേണ്ടത് ചിന്തകളെയാണ്. നമ്മുടെ ഭാരതത്തിലെ ഋഷിമാരാണ് ചിന്തകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ ഒരേ ഒരു സംസ്കാരം. ബാക്കി എല്ലാവരും പ്രവൃത്തിയിലേക്കാണ് ശ്രദ്ധ കൊണ്ടുവരാൻ. പക്ഷെ ചിന്തകളെ ശ്രദ്ധിക്കണം, ചിന്തകളെ മാറ്റണം എന്ന് പറഞ്ഞ ഒരേ ഒരു സംസ്കാരം ഭാരതീയം. നോക്കൂ നിങ്ങൾ, പാതഞ്ജലി മഹർഷി പറഞ്ഞ യോഗ ചിത്തവൃത്തി നിരോധ, അത് തന്നെ പ്രൂഫ് അല്ലേ? ചിത്തവൃത്തി നിരോധ. ചിത്തം എന്ന് പറഞ്ഞാൽ പറയൂ, മനസ്സിനെയാണ്. അപ്പൊ ശ്രദ്ധിക്കാൻ പറയുന്നത് എവിടെയാണ്? മനസ്സിനെയാണ്. കൃഷ്ണനും അർജുനനോട് അതാണ് പറയുന്നത്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത് ഉത്തിഷ്ഠ. ശ്രദ്ധിക്കാൻ പറയുന്നത് എവിടെയാണ്? ശ്രദ്ധിക്കുന്നതാണ്. അർജുന, നീ തളർന്നതിന് കാരണം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത് ഉത്തിഷ്ഠ. ശ്രദ്ധിക്കാൻ പറയുന്നത് എവിടെയാണ്? മനസ്സിനെയാണ്. എനിക്ക് തോന്നുന്നു ഭാരതത്തിന്റെ സംസ്കാരം മനസ്സിനെ ശ്രദ്ധിക്കുന്ന സംസ്കാരമാണ്. മറ്റുള്ള മതങ്ങളും ഭാരതീയ മതവും തമ്മിലൊരു വ്യത്യാസം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ള സംസ്കാരം പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരം ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കും. പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് കുറെ കഴിഞ്ഞാൽ മനസ്സിലാവും, പ്രായം കൂടുന്തോറും യാന്ത്രികത കൂടുന്തോറും അതിനോടുള്ള താല്പര്യം കുറഞ്ഞു വരും. നിങ്ങളിങ്ങനെ യാന്ത്രികമായിട്ട് പോവാം അമ്പലത്തിൽ. പക്ഷെ ഒരു എന്താ പറയാ, എല്ലാവരും തൊഴുന്നു, കൂട്ടത്തിൽ നിങ്ങൾ തൊഴുതു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ പ്രവൃത്തിയിൽ നിന്നും ശ്രദ്ധ ചിന്തകളിലേക്ക്. ഇവിടെയാണ്
രത്നാകരൻ ആരായി മാറിയത്? വാത്മീകിയായി മാറിയത്. നിങ്ങൾക്കും ഒരു വാത്മീകിയാവാൻ സാധിക്കും. നിങ്ങളും സ്വന്തം ചിന്തകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം. സ്വന്തം ചിന്തകളെ നിങ്ങൾക്കും മാറ്റിയെടുക്കാൻ. ചിന്തകളെ മാറ്റാനുള്ള പ്രക്രിയയാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം ചെയ്യുന്തോറും സ്വന്തം മനസ്സിന്റെ ചിന്തകളെ നിങ്ങൾക്ക് മാറ്റാനുള്ള ശക്തിയും കഴിവും കൂടിക്കൂടി വരും. നിങ്ങൾ ആര്? അപ്പോൾ ഈശ്വരന്റെ ഭാഗമാണ്, അനന്തമായ നാശമില്ലാത്ത ബോധത്തിന്റെ ഭാഗമാണ് നിങ്ങളെങ്കിൽ എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. വിശേഷം എന്ന് പറയുന്നത് ആ അനന്തമായ ഈശ്വരന്റെ സ്മരണ കൊണ്ട്, ചിന്ത കൊണ്ട് ഏത് കാര്യങ്ങളെയും എനിക്ക് അഭിമുഖീകരിക്കാൻ, നേരിടാൻ സാധിക്കുന്നുണ്ട്. അതായത് ഏത് കാര്യവും നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും പറയാ സുഖമാണ് അല്ലെങ്കിൽ ദുഃഖമാണ്. നിങ്ങൾ ആരും പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല ഞാൻ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന്. കൃഷ്ണൻ നമ്മളോട് പറയുന്നത് ചിന്തിക്കാനാണ്. അതാണ് ഗീതയിലെ വളരെ പ്രസിദ്ധമായ ശ്ലോകത്തിൽ കൃഷ്ണൻ ആവശ്യപ്പെടുന്നത്. 9-ാമത്തെ അധ്യായത്തിൽ 22-ാം ശ്ലോകം, വളരെ പ്രസിദ്ധമായ ശ്ലോകം, എല്ലാവർക്കും അറിയുന്ന ശ്ലോകമാണ്. അനന്യാശ്ചിന്തയന്തോ മാം യജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യാ ചിന്തയന്തോ മാം അനന്യാ ചിന്തയന്തോ. എന്നെ പ്രാർത്ഥിക്കൂ എന്നല്ല പറഞ്ഞത്, എന്നെ തൊഴുതു പോകൂ എന്നല്ല പറഞ്ഞത്, എന്നെ സ്മരിക്കൂ എന്നല്ല പറഞ്ഞത്, എന്നെ കുറിച്ച് ചിന്തിക്കൂ. ചിന്തിക്കുക എന്നുള്ളത് മനസ്സിന്റെ ഒരു പ്രവൃത്തിയാണ്. എന്താണ് ചിന്തിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്ന് പറയുന്നത് അനന്തമായ ഈശ്വരന്റെ ഭാഗമാണെങ്കിൽ ഈ ഈശ്വര ശക്തിയാണല്ലോ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് എന്നിങ്ങനെ ആവർത്തിച്ച് ചിന്തിച്ച് ആരെ ഉറപ്പിക്കണം? മനസ്സിനെ ഉറപ്പിക്കണം. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യോഗക്ഷേമം, നിങ്ങൾക്ക് ഈശ്വരനുമായിട്ടുള്ള യോഗവും ഉണ്ടാവും. ഏത് പ്രവൃത്തികളെയും ഏത് അനുഭവങ്ങളെയും നേരിടാനുള്ള ധൈര്യം നിങ്ങൾക്ക്, അതാണ് ക്ഷേമം എന്ന് പറയുന്നത്. ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ അനുഭവത്തിൽ വരും, വെറും വാക്കുകളായി തീരില്ല എന്നർത്ഥം. നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായി മാറും. ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ മനസ്സിനൊരു ഫലം ഉള്ളതുപോലെ തോന്നും, ഒരു പിടുത്തം കിട്ടുന്നത് പോലെ തോന്നും. ഒരു പിടുത്തവുമില്ലാത്ത മനസ്സ് പ്രകൃതിയിൽ ആഴ്ന്നിറങ്ങിയ മനസ്സാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പിടുത്തമുണ്ടോ, നിങ്ങൾ ആത്മീയ മനസ്സാണ്, നിങ്ങൾ ധ്യാനം ചെയ്യുന്ന മനസ്സാണ്. ധ്യാനം ചെയ്യുന്നവർക്ക് ഉള്ളിൽ പിടുത്തമുണ്ട്, ധ്യാനം ചെയ്യാത്തവർക്ക് ഉള്ളിൽ പിടുത്തമില്ല. അവരെപ്പോഴും പുറമേ ഒരു പിടുത്തം അന്വേഷിച്ചുകൊണ്ട് നടക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അനന്യ ചിന്തയന്തോ, മനസ്സിന്റെ ചിന്തകളെ മാറ്റിയെടുക്കൂ. ചിന്തകളാണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ സ്വന്തം ചിന്തകളിലേക്ക് പരിവർത്തനം വരുമ്പോ, മാറ്റം വരുമ്പോ നമുക്ക് തന്നെ മനസ്സിൽ ബോധ്യം വരും, ഇപ്പോ എൻ്റെ മാനസികാവസ്ഥയിൽ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ലീവ് മൈൻഡ്ഫുള്ളി. എന്ത് ചെയ്യുമ്പോഴും മനസ്സതിൽ വെക്കുക. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ മനസ്സ് വെച്ച് സംസാരിക്കുക. എന്തോ പറയാതിരിക്കുക. ആരെയോ കുറിച്ച് കുറ്റം പറയാതെ, നീ കുറ്റം പറഞ്ഞോളൂ, പക്ഷെ കുറ്റം പറയുമ്പോഴും മനസ്സ് വെച്ച് കുറ്റം പറയാം. അപ്പം മനസ്സ് പറയും കുറ്റം പറയണ്ട, കാര്യമില്ല. അത് നിങ്ങൾ ഒരാളെ കുറ്റം പറഞ്ഞതുകൊണ്ട്, ഒരാളുടെ ദോഷം പറഞ്ഞുകൊണ്ട് അവരൊരിക്കലും മാറാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ വെറുതെ എനർജി കളയണം? മനസ്സ് തന്നെ നിങ്ങൾക്ക് ഉത്തരം തരും. നോക്കൂ, നിങ്ങൾ എപ്പോ നിങ്ങൾ മനസ്സ് വെച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നു, മനസ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ മനസ്സ് പറയും ഇത് വിടൂ, ഇത് ചെയ്യൂ. അത് തന്നെയാണ് വിവേകം എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊരു എന്താ പറയാ മനുഷ്യരൂപത്തിൽ എന്നെ കാണുന്നു എങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ വിഡ്ഢികളാണെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അമ്പലത്തിൽ പോയി തൊഴുതു പോകുന്നവരാണെങ്കിൽ നിങ്ങളൊരു വിഡ്ഢികളാണ്. നോക്കൂ, നിങ്ങൾ 9-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം ഗീതയിൽ വളരെ സ്പെസിഫിക് ആണത്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാവുള്ളൂ എത്ര വിഡ്ഢികളാണ് നമ്മൾ എന്നുള്ളത്. അവചാനന്തിമാം മൂഢ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ത മമ ഭൂതമഹേശ്വരം.
മൂഢ. ആരെയാ പറയുന്നത്? ആരാണ് അവര്? മൂഢ. മൂഢ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവര്. നന്നായത്. മൂഢന്മാരെന്ന് പറഞ്ഞാൽ മൂടില്ലാത്തവര്, വിഡ്ഢികളാണ് അവര്. മൂഢൻ. അവര് അവജാനന്ത്, എന്നെ അറിയുന്നു. അവജാനന്ത് എന്ന് പറഞ്ഞാൽ അറിയുക. മാനുഷ്യം തനും ആശ്രിതം, ഞാനൊരു മനുഷ്യന്റെ ശരീരമെടുത്തവനായി എന്നെ കാണുന്നു. അവരാണ് ഈ ദൈവമായി കാണുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് കൃഷ്ണൻ ഒരു മനുഷ്യരൂപമെടുത്ത ദൈവമാണ്. മനുഷ്യനായി ഒരു ദൈവമായി കൃഷ്ണനെ കാണുന്നവരെയൊക്കെ കൃഷ്ണൻ വിളിക്കുന്നത് മൂഢന്മാരാണ്. പരംഭാവം അതറിയൂ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അജാനന്ത് സർവഭൂത മഹേശ്വരം, ഞാൻ എല്ലാ ഭൂതങ്ങളിലും. അപ്പൊ നോക്കൂ, കൃഷ്ണൻ ഒരിക്കലും നിങ്ങളെ സമ്മതിക്കുന്നില്ല പുറമേ ഒരു ദൈവമായി കാണാൻ. സർവഭൂത മഹേശ്വരം എന്ന് പറഞ്ഞാൽ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന അനന്തമായ ചൈതന്യം തന്നെയാണ് ഭഗവാനെങ്കിൽ അതിനെ ഒരിക്കലും ഒരു വ്യക്തിയായി ദൈവമായി കാണാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇതാരും നമുക്ക് പറഞ്ഞു തരുന്നില്ല. നമ്മൾ കുട്ടിക്കാലത്തെ അങ്ങനത്തെ ഒരു ഭക്തിയിലാണ് ആരംഭിക്കുന്നത്, ആണോ? എന്നിട്ട് നമ്മൾ വേണ്ടാത്ത പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കൈത്തൊഴാം കേക്കുമാറാക്കണേ, അല്ലെങ്കിൽ നീ എന്നെ കാൽക്കുമാറാക്കണേ. ഒരു കുട്ടി പണ്ട് പാടിയതാണ്. അപ്പൊ ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു, കുട്ടി ഇതങ്ങനെയല്ല പാടുക. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാക്കണേ, പാവമാമെന്ന നീ കാക്കുമാറാക്കണേ. അപ്പൊ കുട്ടി പറഞ്ഞു, മുത്തശ്ശി നിങ്ങളുടെ പാട്ടൊന്നുമല്ല ഞാൻ പാടുന്നത്, ഞാൻ എൻ്റെ പാട്ടാ പാടുന്നത്. കുട്ടിക്കായിട്ടൊരു പാട്ടോ? അതേ മുത്തശ്ശി. അതെന്ത് പാട്ടാ കുട്ടി? മുത്തശ്ശി, ഞാൻ ദൈവത്തോട് പറയുന്നത് ദൈവമേ കൈതൊഴാം കേക്കുമാറാക്കണേ. കെ കുമാറോ? അതേ മുത്തശ്ശി, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ കെ കുമാറാണ്. ഇപ്പൊ ദൈവമേ നീ വല്ലതും ആക്കി തരികയാണെങ്കിൽ എന്നെ കെ കുമാറാക്കണം, അല്ലെങ്കിലോ അല്ലെങ്കിൽ നീ എന്നെ കാൽക്കുമാർ. മുഴുവൻ വേണ്ട, ഒരു മിനിമം. അയാൾ വലിയ കോടീശ്വരനാണ്, എനിക്ക് അത്ര കോടികളൊന്നും വേണ്ട, ഒരു രണ്ടോ മൂന്നോ കോടി. ഈ മനസ്സ് വെച്ചിട്ടാണ് നിങ്ങൾ അമ്പലത്തിൽ പോണത്. അതിനാണ് ഇത്ര തിക്കും തിരക്കും. എൻ്റെത് പറഞ്ഞില്ല, എൻ്റെത് പറഞ്ഞില്ല, എൻ്റെത് പറഞ്ഞില്ല. ഇതെന്തോ അവിടെ എന്തോ കേൾക്കാനുള്ളത് പോലെ. മുത്തശ്ശി മരിച്ചിരിക്കുകയാണ്, എല്ലാവരും കൂടെ ആർപ്പും വിളിയും നായാട്ടും. ഞങ്ങളെയൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയല്ലോ, ഞങ്ങളെയൊന്നും കൊണ്ടുപോകാതെ പോയല്ലോ, ഞങ്ങളെയൊക്കെ ഇവിടെ ആക്കി വെച്ച് പോയല്ലോ. ഈ മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങളെയൊന്നും കൊണ്ടുപോകാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പേരക്കുട്ടി പറയാണ്, ഇതെന്താ എല്ലാവരും കൂടി ഇങ്ങനെ അലർന്നത്? തള്ള എന്താ ടൂറിസത്തിന് പോവുകയാണോ? അല്ല, യാത്രയ്ക്കും പോവുകയാണോ? മരിച്ചു പോയിട്ട് അയാളോട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? എന്നെയും കൂടെ കൊണ്ടുപോയില്ലല്ലോ, എന്നെയും കൂടി കൊണ്ടുപോയില്ലല്ലോ. മനസ്സിലായില്ലേ? പൊതുവേ ഭർത്താവ് മരിച്ച ഭാര്യ അങ്ങനെ പറയില്ല. ഭർത്താവ് മരിച്ച ഭാര്യ പറയാ, ഇനി എനിക്ക് ആരുമില്ലല്ലോ എന്നാണ്. നോക്കിക്കോളൂ നിങ്ങൾ, ഞാൻ പറയണത് ശരിയാണോ എന്നുള്ളത്. ഞാനിതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അമ്മ മരിച്ചാ പറയും, എന്നെ ഇവിടെ ഇട്ട് പോയല്ലോ, എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ എന്തിനായിട്ട് പോയത്, എന്നെയും കൂടി കൊണ്ടുപോയത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പറയാ, ഇനി എന്നെ നോക്കാൻ ആരുമില്ലല്ലോ. അപ്പൊ ആരെങ്കിലും പറയാ, യെസ് ഐ ആം ഹിയർ, അതോടുകൂടി കരച്ചിലും കഴിഞ്ഞു. ഇതാണ് സത്യം. മനസ്സിലായില്ലേ? ഈ വീട്ടിലൊക്കെ കരയുന്ന മരിച്ച വീട്ടിലൊക്കെ ഒന്ന് പോയി വെറുതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്തൊക്കെയാ അവർ പറയുന്നത് എന്ന്. പക്ഷെ ഇപ്പോൾ ഇത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ കുറഞ്ഞു പോയി. ഇപ്പൊ കരയുന്നത് ഒരു മോശമായി മാറിയിരിക്കണം. മനസ്സിലായില്ലേ? കാലം മാറിയപ്പോ കോലവും മാറി. മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചോദിക്കുന്നത് എത്ര മണിക്കൂർ കിടത്തണം ഡോക്ടർ എന്നാണ്. കാരണം അധികം കിടത്തി കഴിഞ്ഞാൽ ഉപദ്രവമാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യരുത്. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം കേൾക്കും എന്നുള്ള ചിന്ത മനസ്സിൽ നിന്നും മാറ്റിവെക്കണം. അമ്പലം എന്നത്
ശുദ്ധീകരണത്തിൻ്റെ സ്ഥലമാണെന്നും ഭഗവാൻ എന്നത് അനുഭൂതി നിങ്ങളിൽ തന്നെയാണെന്നും ഉറപ്പിക്കണം. പുറവും അകവും, പുറം ശുദ്ധീകരണത്തിനും അകം അനുഭൂതിക്കുമാണ്. അത് വ്യക്തതയാണ്. നിങ്ങളിപ്പോൾ അകം പുറത്ത് വെച്ചിരിക്കുകയാണ്, അനുഭൂതി പുറത്തുണ്ടാവുമെന്ന് വിചാരിച്ചിരിക്കണം. പുറത്തൊരിക്കലും നിങ്ങൾക്ക് അനുഭൂതി ഉണ്ടാവില്ല. പുറത്തുള്ള അനുഭൂതി എന്നൊക്കെ പറയുന്നത് താൽക്കാലികമായ അനുഭൂതിയാണ്. അപ്പൊ ഭാര്യ ഭർത്താവ് ബന്ധം അതൊരു അനുഭൂതിയാണ്. പക്ഷെ ആ അനുഭൂതി എന്ന് പറയുന്നത് ശാശ്വതി, അതൊരിക്കലും ശാശ്വതമല്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു അനുഭവം. അതും പ്രായം കൂടുന്തോറും ആ അനുഭൂതിയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ അടുത്ത് കടക്കണതേ അപകടമാണ്. കാരണം രണ്ടുപേരും രണ്ടു തരത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും. ഭർത്താവ് പറയും നീ എൻ്റെ അടുത്ത് കിടക്കണ്ട, ഭാര്യ പറയും നിങ്ങളെ സഹിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ കാട്ടിൽ കിടക്കുന്ന പോലെയാണ് തോന്നുന്നത്, വല്ല ഘോര മൃഗത്തിൻ്റെ കൂടെ കിടക്കുന്ന പോലെ. കാരണം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ശബ്ദം വരികയാണേ, ഒരു ഭാഗവും ശബ്ദമില്ലാത്തതില്ല. സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമല്ലേ മനസ്സിലായില്ലേ? ഒന്നായ നിന്നെ രണ്ടെന്ന്. അതുകൊണ്ടാണ് ഭർത്താവ് പറയുന്നത് സ്വാമി അടുത്ത ക്യാമ്പ് എവിടെയാണ്, ബുക്ക് ചെയ്യാനാണ്. 10 ദിവസമേ ഉള്ളൂ ക്യാമ്പ്, ഒരു മാസമാക്കിക്കൂടെ സ്വാമി? അതെന്തിനാണ് അങ്കളെ? വീട്ടിൽ സുഖമായി കിടന്നുറങ്ങാൻ പറ്റണ്ട. ഇപ്പോ വലിയ അലർച്ചകളും ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ കുറെ കഴിഞ്ഞാൽ ഒന്നെന്ന അനുഭൂതി കുറെ കഴിഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ നമുക്ക് മനസ്സിലാവും ഒന്നെന്ന അനുഭൂതിയല്ല, ഒന്നാവില്ല എന്നുള്ളൊരു അനുഭൂതി. അതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പൊ ബാഹ്യമായിട്ടൊന്നും ഒരു ശാശ്വത അനുഭൂതി നമുക്ക് ഉണ്ടാക്കിത്തരാൻ ഒന്നിനും സാധ്യമല്ല. കാരണം ബാഹ്യമായതെല്ലാം ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതൊന്നും ശാശ്വതമായി കൂടെ ഉണ്ടാവില്ല. അതെല്ലാം കാലത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പൊ പിന്നെ ശാശ്വതമായ അനുഭൂതി ഉണ്ടാവുന്നത് എപ്പോഴും ഉള്ളിലാണ്. പുറം ശുദ്ധീകരണത്തിനും അകം അനുഭൂതിക്കുമാണ്. അത് മറക്കരുത് നിങ്ങൾ. അമ്പലത്തിൽ പോകുമ്പോൾ പുറവും വേണം അകവും വേണം. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ പണ്ടുള്ളവർ അമ്പലത്തിൽ വന്ന് ജപിക്കുന്നു, അല്പനേരം കണ്ണടച്ച് ധ്യാനിക്കുന്നു. ഇന്ന് ആ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോഴേ നിങ്ങൾ പരമാത്മാവുമായി കണക്ട് ചെയ്യപ്പെടുന്നു. അപ്പോഴാണ് ആ തത്വമസി എന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടാവുന്നുള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടാവുന്നു. ഇപ്രകാരം ശബരിയോട് പറയുന്നു, അതിനെന്ത് വേണം? സജ്ജന സംഘം. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ ചെയ്യാനുള്ളത് ഇതാണ്. കാര്യം മനസ്സിലാക്കി ഇതൊക്കെ മറ്റുള്ളവർക്കും കുറെ പറഞ്ഞു കൊടുക്കുക. കാരണം ഹിന്ദുമതം കുറെ അന്ധവിശ്വാസങ്ങളുടെ മതമാണ്. ആളുകൾ കുറെ അന്ധമായി കുറെ മനസ്സിലാക്കിയിരിക്കുന്നു. അത് പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കൃഷ്ണൻ തന്നെ പറയാ, എൻ്റെ തലയിൽ പാലൊഴിച്ചിട്ട് കാര്യമില്ല, ഒന്നും എനിക്ക് തരാൻ പറ്റില്ല. നിങ്ങൾ പറയും മിണ്ടാതെ അവിടെ ഇരുന്നു എന്ന്. ഇത്രയും കാലം ഞാൻ ഒഴിച്ചതാണ്, ഇനി നീ പറയൊന്നും വേണ്ട, ഞാൻ നിന്റെ തലയിൽ ഒഴിച്ചിട്ടേ അടങ്ങുള്ളൂ. നീ ഒന്നും തന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, ഇതെന്റെ ഉത്തരവാദിത്തമാണ്. കാരണം കഴിഞ്ഞ 50 കൊല്ലമായി ഞാൻ ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ശബരിമലയിൽ അയ്യപ്പസ്വാമി പറയാണ്, ആ വൃത്തികെട്ട നെയ്യ് എൻ്റെ തലയിൽ ഒഴിക്കല്ല പഹയ, ഞാൻ അത്ര ഈ ചൊറിഞ്ഞിട്ടായിരിക്കുന്നത് എന്ന്. അവർ പറയും അയ്യപ്പനോട് മിണ്ടാതിരിക്കാൻ പറയും, ഞങ്ങൾ ഇത്രയും കാലം ഒഴിച്ചുകൊണ്ടിരുന്നതാണ്, ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ ഒഴിച്ചിരിക്കുന്നു. ഇപ്പം നമ്മൾ ആ ചടങ്ങിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ നമ്മൾ വേണം, നമുക്ക് ചടങ്ങുകളൊക്കെ ഇത്തിരി വേണം. മനസ്സിനെ ഉറപ്പിക്കാൻ ചടങ്ങ് വേണം. പക്ഷെ അത് ആർഭാടത്തിലും അത് ധൂർത്തിലുമാവരുത്. നിങ്ങൾ ഈ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെയൊക്കെ ചടങ്ങുകൾ കണ്ടാലല്ലോ, വെറുതെയല്ല ജനങ്ങൾ കൺവേർട്ടഡായി പോകുന്നു എന്നുള്ള ഒരു സംശയമില്ലാതെ തോന്നിപ്പോകും. പാവം ഒരു വശത്ത് ആളുകൾ പട്ടിണി കിടന്ന് പാവങ്ങൾ ജീവിക്കുന്ന സമയത്ത് കുടം കണക്കിന് പാലാണ് അതിൻ്റെ മുകളിൽ കൊണ്ടൊഴിക്കുന്നത്. വേണം, ഒരു തുള്ളിയൊക്കെ ഒഴിക്കണം. ഒരു കപ്പ് ഒഴിച്ചു എന്ന് വെച്ചിട്ട് തെറ്റില്ല, പക്ഷെ ഒരു കുടമൊഴിക്കുന്നത് ക്രൂരമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു തിരുപ്പതി ഭഗവാനും പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല പാലൊഴിച്ചതുകൊണ്ട്.
റിച്വലിസ്റ്റിക് മൈൻഡായിപ്പോയി ആളുകൾ. കല്ലിനെ ദൈവമാക്കാനാണ് ഹിന്ദുക്കൾ ശ്രമിക്കുന്നത്. വെറുതെയല്ല മുസ്ലിങ്ങൾ നമ്മളെ എതിർത്തത്. ഒരു കണക്കിന് നമുക്ക് ആ ഷോക്ക് വേണം, എന്നാലേ നമ്മളതൊന്ന് പുറത്ത് കിടക്കുള്ളൂ. കാരണം അത്രമാത്രം കല്ലിനെ നമ്മൾ ദൈവമാക്കാൻ ശ്രമം നടത്തി. അതുകൊണ്ടാണ് ടിപ്പു സുൽത്താനൊക്കെ കുറെ കല്ലുകൾ തല്ലി ഉടച്ചത്, നിങ്ങളുടെ ദൈവം അതിലില്ല എന്ന് പറഞ്ഞിട്ട്. മനസ്സിലാക്കൂ നിങ്ങൾ, ഈ സംസ്കാരം ജനങ്ങൾക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബാലഗംഗാധര തിലക്, അദ്ദേഹം ആണ് മഹാരാഷ്ട്രയിൽ ഗണേശ് ചതുർത്ഥി ഉത്സവം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹവും കുറേ മഹാന്മാരും കൂടി ചേർന്ന് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ഈ ഒരു ഫെസ്റ്റിവലിന് സാധിക്കും എന്നുള്ള രീതിയിൽ ഗണേശ് ചതുർത്ഥി ആഘോഷം കൊണ്ടുവന്നത്. അപ്പം അവിടെയാണ് ആളുകളെ വിഗ്രഹത്തിൽ നിന്നും ഉയർത്തണം എന്ന് കരുതി വിഗ്രഹങ്ങൾ ആരാധിച്ചുകൊണ്ട് അവസാനം വിഗ്രഹത്തെ നിമഞ്ജനം ചെയ്യാൻ ജനങ്ങളെ പരിശീലിപ്പിച്ചു. ഉണ്ടാക്കുന്ന വിഗ്രഹത്തെ അതേപോലെ തന്നെ ഇല്ലാതെയാക്കി തീർക്കുക. ഇപ്പൊ ഗണേശൻ എന്നതൊരു വിഗ്രഹം അല്ലെന്നും നിങ്ങളുടെ അന്തരാത്മാവാണെന്നും, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മാസി എന്നൊക്കെ ഗണപതി അഥർവ ഉപനിഷത്തിൽ പറയും. ഗണപതി അഥർവ ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. അതിൽ പറയും ത്വം പ്രത്യക്ഷം ബ്രഹ്മ, അവിടുന്ന് പ്രത്യക്ഷമായ ബ്രഹ്മതത്വമാണ്. മനസ്സിലായില്ലേ? ഏകദന്തായ വിദ്മഹേ, കേട്ടിട്ടുണ്ടോ ഇത്? വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാ. ഇതൊക്കെ അവിടെയാണ് ആ മന്ത്രം വരുന്നത്. അവിടെ ഏകദന്തം വക്രതുണ്ടം എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അത് ആ ശരീരത്തിൻ്റെ ഭാഷയിലല്ല പറയുന്നത്, എല്ലാം ആധ്യാത്മികമായ തത്വവിചാരത്തിൻ്റെ ഭാഷയിലാണ്. അപ്പം അതുകൊണ്ട് ആളുകളെ വിഗ്രഹത്തിൽ നിന്നും ഉയർത്താൻ വേണ്ടി അദ്ദേഹം വിഗ്രഹങ്ങളെ വെച്ച് അതിനെ 14-ാമത്തെ ദിവസം നിമഞ്ജനം ചെയ്ത് കളഞ്ഞാൽ വിഗ്രഹത്തിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാൻ സാധിക്കും. പക്ഷെ എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ് സൗത്ത് ഇന്ത്യൻ ഭാഗങ്ങൾ. കർണാടക, ആന്ധ്ര, കേരള, തമിഴ്നാട്, ഇവിടെയാണ് നമ്മൾ കൂടുതൽ വിഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങളിൽ വന്നാൽ നിങ്ങൾക്ക് ഭക്തി തോന്നാത്തത്. അവർ കുറേ പ്രതിമകളെ വെച്ചിട്ടുണ്ട്. അത് എന്ന് കൊണ്ടുവച്ചിട്ടുണ്ടോ അന്ന് കുളിപ്പിച്ചതായിരിക്കും. ഇവിടെയൊന്നും വിഗ്രഹങ്ങളെ കുളിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ വിചാരിക്കുന്ന ഭക്തിയല്ല ഇവർക്കുള്ളത്. ഇവിടുത്തെ ഭക്തി കൂടുതൽ സത്സംഗത്തിൻ്റെ ഭക്തിയാണ്. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഭക്തി പ്രഭാഷണം ഉണ്ടെങ്കിൽ ആളുകൾ അമ്പലത്തിലാവില്ല, അവരവിടെ. ഇവിടെ അമ്പലത്തിൽ അങ്ങനെ തിക്കും തിരക്കൊന്നും ഇല്ലാത്തതും അതാണ്. കാരണം അവിടെ പൂജകളും വഴിപാടുകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ റിച്വൽ മൈൻഡ് ഇവിടെ വളരെ കുറവാണ്. കൂടുതലും മഹാന്മാരുമായിട്ടുള്ള സത്സംഗമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം, രാത്രിയൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ആളുകൾ രാമചരിത മാനസ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. തുളസീദാസിയുടെ രാമായണമാണ് അവർ പാടുന്നത്. അതുപോലെ ഹനുമാൻ ചാലീസ. മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കൂ, ആ ഹനുമാന്റെ ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് കാണാം രാവിലെ തന്നെ ഒരു 1000-ഓളം ആളുകൾ ഇരുന്ന് ഹനുമാൻ ചാലീസ ചൊല്ലും. അവിടെ പുറകിലിരുന്ന നമ്മുടെ ക്ഷേത്രത്തിൽ അങ്ങനെയുള്ള സംസ്കാരം വളരെ കുറഞ്ഞു തുടങ്ങി. അത് വെറും റിച്വലിസ്റ്റിക്കായി മാറി. കാരണം നമ്മളെ വിചാരം അങ്ങനെയൊരു ദൈവം ആ കല്ലിൽ ഉണ്ട് എന്നാണ്. പലരും ഇങ്ങനെ അനുഭവ കഥകൾ പറയുമ്പോണ്ടല്ലോ, അത് തെറ്റിദ്ധരിക്കപ്പെട്ടു. അനുഭവം എപ്പോഴും വ്യക്തിനിഷ്ഠമാവരുത്. അനുഭവം എപ്പോഴും വ്യക്തിനിഷ്ഠമാവരുത്. അനുഭവം ഒരിക്കലും വ്യക്തിനിഷ്ഠമാവരുത്. അനുഭവം എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ഉള്ളതായി തീരണം. അപ്പോഴേ അത് ശാസ്ത്രീയമാവുള്ളൂ. ബാക്കിയുള്ളതൊന്നും ശാസ്ത്രീയമല്ല. ഒരാൾ പൊങ്കാല ഇട്ടു, അവരുടെ മകളുടെ കല്യാണം കഴിഞ്ഞു. പക്ഷെ എല്ലാവരും പൊങ്കാല ഇടുന്നു, അവർക്കൊന്നും മകളുടെ കല്യാണം കഴിയുന്നില്ല. അത് വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. പക്ഷെ ഈ വ്യക്തിനിഷ്ഠമായ അനുഭവത്തെ ആളുകൾ പൊതു അനുഭവമാക്കി എടുത്തു കളയാണ്. അതായത് മറ്റൊരാൾക്കുള്ളായ അനുഭവം എനിക്കും
ഉണ്ടാകുമെന്നുള്ള ധാരണയിലാണ് നിങ്ങളും അത് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് ചെയ്യുന്നത് മകളുടെ കല്യാണത്തിന് വേണ്ടിയാണെങ്കിൽ തെറ്റാണ്. അത് ചെയ്യുന്നത് ആത്മശുദ്ധയെ എന്തിനു വേണ്ടി? അപ്പോൾ തെറ്റില്ല. മനസ്സിലായില്ലേ? എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് നാമം ജപിച്ച് നിങ്ങളൊരു പക്ഷേ പൊങ്കാലയിടുകയാണെങ്കിൽ അത്രയും നേരം നിങ്ങളുടെ മനസ്സ് അതിൽ നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അത് മകളുടെ കല്യാണം നടക്കാനും മറ്റുള്ള കാര്യങ്ങൾ നടക്കാനുമാണെങ്കിൽ നിങ്ങൾ അത്രയും സമയം നിങ്ങൾക്ക് വേസ്റ്റായിപ്പോയി, നിങ്ങൾ വെറുതെ കളഞ്ഞു കുളിച്ചു. അപ്പൊ സ്വാമി നടക്കുന്നുണ്ടല്ലോ. അത് നടക്കുന്നതിന് കാരണം ഇത് പണ്ടൊരാൾ പറഞ്ഞതുപോലെയാണ്, പക്ഷി വന്നിരിക്കലും പഴം വീഴലും ഒപ്പം നടന്നു എന്ന് പറഞ്ഞാൽ പഴത്തിന് ഏറെക്കുറെ വീഴാനുള്ള സമയമായിട്ട് പക്ഷി വന്നിരുന്നു എന്നതൊരു കാരണമാണ്. ഇതേപോലെ കല്യാണം നടക്കേണ്ട സമയമായി. അതിന് ഒരു പൂജ നടത്തി അതോടുകൂടി പയ്യൻ വന്നു. അവൻ്റെ കഷ്ടകാലത്തിന് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു എന്ന്, അല്ല നല്ല കാലത്തിന് പറഞ്ഞു ഇഷ്ടപ്പെട്ടു. അതൊരു നിമിത്തമാണത്. അല്ലാതെ അതൊരു അവിടുത്തെ ഒരു ദേവി പ്രത്യക്ഷപ്പെട്ട് ശരി ഇത്രയും കാലം എനിക്ക് പൂജ ചെയ്തുകൊണ്ട് കല്യാണം ഞാൻ നടത്തിത്തരാം, പക്ഷെ ശാരദയെ എൻ്റെ കല്യാണം മാത്രം, മകളുടെ കല്യാണം മാത്രം, ബാക്കിയുള്ളവരൊക്കെ ഇനിയും രണ്ടാമത് പൂജ ചെയ്യണം. അങ്ങനെ ഒരു ദേവി ഉണ്ടാവുമോ ലോകത്തിൽ? ദേവിക്ക് അങ്ങനെയാണെങ്കിൽ കണ്ണിന് കോങ്കണ്ണ് വരും. കാരണം ഇപ്പുറത്ത് ശാരദ ഇപ്പുറത്ത് മീനാക്ഷി ഇങ്ങനെയൊക്കെ നോക്കണ്ടേ ആരൊക്കെയാണ് എന്തൊക്കെയാ പൂജ ചെയ്തത്? ആണോ അല്ലയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൃഷ്ണൻ നിങ്ങൾ തൊഴാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കാവില്ല തൊഴുന്നത്, 4-5 ആൾക്കാർ ഒരുമിച്ചാണ് തൊഴുന്നത്. ആ ഗുരുവായൂർ അമ്പലത്തിൽ ഒരാളെ നോക്കുമ്പോൾ ഒരാളെ കാണാൻ പറ്റുള്ളൂ. എല്ലാവരെയും കൂടി നോക്കണമെങ്കിൽ എന്ത് ചെയ്യുവള്? ഈ കാറിൻ്റെയൊക്കെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടല്ലോ. കാരണം എല്ലാവരെയും ഒന്ന് ടച്ച് ചെയ്യണമല്ലോ. കാരണം ഇപ്പുറത്തുനിന്നും അപ്പുറത്തൊക്കെ ആൾക്കാർ വന്നുകൊണ്ട് പോവുകയാണ്. ഇപ്പുറത്തുള്ളതും കേൾക്കണം, അപ്പുറത്തുള്ളതും കേൾക്കണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഈ ഭക്തിയിൽ നിന്നൊക്കെ നമ്മൾ മാനസികമായി ഉയരണം. മനസ്സിലാക്കൂ, ഒന്ന് പുറമേ ഉള്ളത് ശുദ്ധീകരണത്തിനാണ്, അകത്തുള്ളത് അനുഭൂതിക്കാണ്. നിങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ്? നത് മുക്തയെ ശുദ്ധയെ. ധ്യാനം ചെയ്യുന്നത് എന്തിനാണ്? മുക്തയെ, അനുഭൂതിക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാണെന്ന ഒരു അനുഭവം ഉറപ്പിക്കാനാണ്. ഇപ്രകാരം മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. നോക്കണേ, കൃഷ്ണനും ഇതേ പോയിന്റാണ് പറയുന്നത്. അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ കൃഷ്ണൻ പ്രാധാന്യം കൊടുക്കുന്നത് സജ്ജന സംഘത്തിനാണ്. നിങ്ങൾക്ക് ഭാഗവതത്തിൽ കാണാം. ഇത് നിങ്ങൾ ഭാഗവതമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോണ്ടല്ലോ നിങ്ങൾക്കിത് വേഗം മനസ്സിലാവും. കൃഷ്ണൻ സമന്ത പഞ്ചക തീർത്ഥത്തിൽ വെച്ച് അനവധി മഹാന്മാരെ കാണുന്ന ഒരു രംഗമുണ്ട്. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 83, 82, 83, 84, 85 അധ്യായങ്ങളിലാണ് ഈ സമന്ത പഞ്ചക തീർത്ഥ ഉപാഖ്യാനം വരുന്നത്. അവിടെ വേദവ്യാസ മഹർഷി, നാരദ മഹർഷി തുടങ്ങിയ ഒരു കൂട്ടം മഹർഷിമാര് കൃഷ്ണനെ കാണാൻ പ്രഭാസ തീരത്തിൽ വരുന്നുണ്ട്. അപ്പൊ അവരോട് പറയും, അഹം ജന്മഭൃത, ഞാൻ വളരെ പുണ്യം ചെയ്തവനായി തീർന്നു. കാരണം നിങ്ങളെപ്പോലുള്ള മഹാന്മാരെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. എന്നിട്ട് പറയും, ന ഹെമ്മയാനി തീർത്ഥാനി. ഞാൻ പറയുന്നത് ഒരു ഏറെക്കുറെ 9, 10, 11, 12, 13 ശ്ലോകങ്ങളൊക്കെയാണ് അവിടെ വർണ്ണന വരുന്നത്. ന ഹെമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛലാമയ തേ പുനന്തി ഒരു കാലേന ദർശനാദേവ സാധവ. ന തീർത്ഥാനി, തീർത്ഥസ്ഥലങ്ങൾ അല്ല. ന തീർത്ഥാനി, അതുപോലെ മൃച്ഛിലം. മൃച്ഛിലം എന്ന് പറഞ്ഞാൽ ശിലകളെ പൂജിക്കുക, വിഗ്രഹങ്ങളെ ആരാധിക്കുക. ഇങ്ങനെയൊക്കെ പൂജിച്ചതുകൊണ്ടും തീർത്ഥസ്ഥലങ്ങളിൽ പോയതുകൊണ്ട് തേ പുനന്തി ഒരു കാലേന, കുറേ കാലം കൊണ്ടൊക്കെ നിങ്ങളിൽ ഒരു മാറ്റം സംഭവിച്ചേക്കാം. പക്ഷേ ദർശനാദേവ സാധവ, സാധുജനങ്ങളുമായിട്ടുള്ള സത്സംഗം കൊണ്ട് ഒരു വ്യക്തിക്ക് വേഗം ഉയർച്ച വരാം. അതുകൊണ്ട് ക്ഷേത്ര ദർശനത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്
സത്സംഗങ്ങൾക്കാണ്. വീണ്ടും കൃഷ്ണൻ പറയുന്നുണ്ട്, അങ്ങനെ സത്സംഗം ചെയ്യാതെ വെറും ക്ഷേത്ര ദർശനത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരൊക്കെ, ഒരു ഭേദബുദ്ധിയോടുകൂടി ദർശനം ചെയ്യുന്നവരൊക്കെ കഴുതകളാണെന്നും വിളിക്കുന്നുണ്ട് അവരെ. ആരാണ്? കഴുതകളാണെന്ന്. അവരെയാണ് കൃഷ്ണൻ കഴുത എന്ന് വിളിക്കുന്നത്. ഭാഗവതത്തിലെ വരികളാണ് ഞാൻ പറയുന്നത്. അവിടെ പറയും, 13-ാമത്തെ ശ്ലോകത്തിൽ പറയും, 14-ാമത്തെ ശ്ലോകത്തിൽ പറയും, യസ്ത്വാത്മബുദ്ധി കുണവേത്രിതാതുകേ സ്വദിക്കളത്രാദിഷു ഭൗമ ഈജ്യതി തീർത്ഥബുദ്ധി സലിലേന കർഹിജിൽ ജനേഷു അഭിജ്ഞേഷു സ ഏവ ഗോകര. തീർത്ഥബുദ്ധി തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ജനേഷു അഭിജ്ഞേഷു ന, അഭിജ്ഞന്മാരായ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നില്ലെങ്കിൽ സ ഏവ ഗോകര, അവനാണ് കഴുത. അപ്പൊ നോക്കൂ നിങ്ങൾ, ക്ഷേത്ര ദർശനത്തിനേക്കാളും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സത്സംഗത്തിനാണ്. അതാണ് നമുക്ക് ലിങ്ക് വിട്ടുപോയത്. അപ്പൊ നമ്മളൊക്കെ ഇത് ചെയ്യണം. നിങ്ങൾക്ക് ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് എന്താ ഗുണം കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങളായിരിക്കണം. 1 ജപം പരിശീലിക്കണം, 2 ധ്യാനം പരിശീലിക്കണം. ഇത് രണ്ടും പരിശീലിക്കണം. ഭഗവാൻ പറയും ഭാഗവതത്തിൽ, വേദവ്യാസ മഹർഷി അവസാനം നാമസങ്കീർത്തനം എന്നാണ്. എന്താണ്? സർവപാപ പ്രണാശനം. നാമസങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ജപം ചെയ്യുക.